വെൽക്കം ടു PSC ലേണിംഗ് കേട്ടെഴുത്ത്. ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ നിയമലംഘന സമരം എന്ന ആശയം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഹെൻറി ഡേവിഡ് തോറ. ന്യൂഡൽഹി നഗരം ഉദ്ഘാടനം ചെയ്തത് ആര്? ലോർഡ് ഇർവിൻ. ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തവരുടെ എണ്ണം. ഗാന്ധിജി ഉൾപ്പെടെയാണ് ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തവരുടെ എണ്ണം 79. ആകെ 79 പേരാണ്. 78 അനുയായികളും ഗാന്ധിജിയുമാണ് പങ്കെടുത്തത്. ഭാരതരത്നം ഏറ്റുവാങ്ങിയ ആദ്യ വ്യക്തി സി രാജഗോപാലാചാരിയാണ് ഭാരതരത്നം ഏറ്റുവാങ്ങിയ ആദ്യത്തെ വ്യക്തി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരാണ്? നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണി ഗൈഡിലു ആണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ്. അഭിനവ ഭാരത് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വി ഡി സവർക്കർ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ലാഹോർ ജയിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ലാഹോർ ഏത് നദീതീരത്താണെന്ന് പറയാമോ? ലാഹോർ ഏത് നദീതീരം? രവി നദീതീരം. പാകിസ്ഥാനിൽ രവി നദീതീരത്താണ് ലാഹോർ പട്ടണം. കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹത്തിന് സെലക്ട് ചെയ്തത് ആരെയാണ്? കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കെ കേളപ്പൻ. കേരളത്തിൽ നിന്ന് കെ കേളപ്പനെയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി സെലക്ട് ചെയ്തത്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ദേശീയ നേതാവ്. ചമ്പാരൻ സമരത്തിൻ്റെ ദേശീയ നേതാവ് ആര്? ഗാന്ധിജി. ദേശീയ നേതാവ് ഗാന്ധിജിയും പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയുമാണ്. ചമ്പാരൻ സമരത്തിന് കാരണമായ പ്രാദേശിക നിയമം തിങ്കത്തിയ നിയമം. ഗാന്ധിജിയുടെ ആത്മകഥ സത്യാനാം പ്രയോഗല്ലേ? അപ്പം അത് ഏത് ഭാഷയിലാണ് എഴുതിയേക്കുന്നത്? സത്യാനാം പ്രയോഗ് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ് സത്യാനാം പ്രയോഗ്, ഗാന്ധിജിയുടെ ആത്മകഥ.